ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ സഭാശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ 6ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവർക്കും കർത്താവായ യേശുനാമത്തിലെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിനും സഹകരണത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം സഭാശാസ്ത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിവിധ നിലകളിൽ നമ്മൾ സംസാരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ സെക്ഷനുകൾ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്നും അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നതൊക്കെയും ചിലരെ വിളിച്ചു പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. നിശ്ചയമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പിന്നെയും സംസാരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കാം. നാം ഇന്ന് പഠിക്കുന്ന മറ്റൊരു കാര്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് തന്നെയാണ്. അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നവരായിരിക്കണം. തന്നെത്താൻ ശുദ്ധീകരിക്കുക. ഈ ആത്മീയ ആരോഗ്യം, ആത്മീയ പുരുഷത്വം എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടുണ്ടോ? എന്താണത്? രക്ഷയിലേക്ക് വരുന്ന പ്രാരംഭഘട്ടങ്ങളിൽ ഒരു പക്ഷേ കൂടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനോ ഉപദേശിക്കാനോ ആളുകളുണ്ടാകുന്നു വന്നേക്കാം. എന്നാൽ കാലാനുസൃതമായ ഒരു വളർച്ച നമ്മൾ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. അവിടെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കുളിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു പ്രായമാകുമ്പോൾ അവർ തന്നെ കുളിക്കാൻ തുടങ്ങും, അല്ലേ? ഭക്ഷണം വാരി കൊടുക്കുന്നൊരു കാലഘട്ടമുണ്ട്. പിന്നെ അവർ തന്നെ വാരി കഴിക്കാൻ തുടങ്ങുന്ന കാലഘട്ടമുണ്ട്. സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നെ അവർ തന്നെ പോയി വരാനുള്ള കാലഘട്ടം തുടങ്ങുന്നതായി. ഡ്രസ്സ് കഴുകുന്ന കാര്യമാണെങ്കിലും ഡ്രസ്സ് തേച്ചിടുന്ന കാര്യമൊക്കെ ആണെങ്കിലും ഒരു കാലഘട്ടം നമ്മൾ ചെയ്യുന്നു. പിന്നെ അവർ പ്രാപ്തിയാകുമ്പോൾ അവർ ഡ്രസ്സ് കഴുകുന്നു, അവരവരുടെ ഡ്രസ്സ് അയൺ ചെയ്യുന്നു, അങ്ങനെ അല്ലേ? അപ്പോൾ കാലാനുസൃതമായ ഒരു വളർച്ച ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 10 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും ആ പഴയ ലെവലിൽ തന്നെയാണെങ്കിൽ വളരെ പരിതാപകരമായൊരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായിട്ടൊക്കെ ഇന്നും പണ്ടത്തെ പോലെ തന്നെ ഓടി നടക്കുക. അത് ദൂത് കേൾക്കാൻ വേണ്ടി ഓടി നടക്കുക. ദൂത് കേൾക്കാൻ വേണ്ടി ഇന്നത്തെ ആൾക്കാരെ ഏറ്റവും വലിയ പരാജയം ദൂത് കേൾക്കാൻ വേണ്ടി ഓടി നടക്കുക. എവിടെയെങ്കിലും ഒരു പ്രവാചകം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുവിനെ അവിടേക്ക് ഇടിച്ചു കൂട്ടുക. ഇതിനോട് ഓടിയത് ദൂത് കേൾക്കാനായിട്ട്. പണ്ട് കൈനോട്ടക്കാരുടെ അടുത്ത് പോകുന്നതിന് പകരം ഇപ്പോൾ ഇങ്ങനെയാണ്. പ്രവചന ശുശ്രൂഷയുണ്ട്, പ്രവാചകന്മാരുണ്ട്. ഞാൻ അവരെ ശുശ്രൂഷയ്ക്ക് ഒരു ഗതിയല്ല. പക്ഷേ ചോദ്യം, നീ എന്തുകൊണ്ട് ദൈവസനിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവികാലം പ്രാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രായം നോക്കിയാൽ ഉപദേശകന്മാരാകേണ്ടവരെ കാലം നോക്കിയാൽ ഇന്നും ഈ ചെറിയ കാര്യങ്ങളിലാണ് ഇന്നും ശ്രദ്ധ. ഒരു ആത്മീയ വളർച്ച ഉണ്ടാകുന്നില്ല. അവിടെ നമുക്കൊരു മാറ്റം വരേണ്ടത്. കാലാനുസൃതമായ വളർച്ച ഉണ്ടാകുന്നില്ല എങ്കിൽ ആ കുഞ്ഞ് മാതാപിതാക്കൾക്ക് എന്നും ഒരു തലവേദനയായിരിക്കും, ഒരു ദുഃഖമായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയജീവിതത്തിലും കാലാനുസൃതമായൊരു വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ പിതാവ് അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കില്ല, ദുഃഖിക്കുകയായിരിക്കും, നമ്മളെ കുറിച്ചല്ലേ. അപ്പോൾ നമ്മൾ തന്നെത്താൻ ശുദ്ധീകരിപ്പാൻ കഴിയണം. തെറ്റ് ഏത് ശരി ഏത്
അഴുക്ക് ഏത് നല്ലത് എന്ന് മനസ്സിലാക്കി ഒഴിവാക്കണതിനെ ഒഴിവാക്കുവാനും ഏറ്റെടുക്കാനുള്ള ഒരു ഉത്സാഹവും ഒരു തീരുമാനവും ഒക്കെ നമുക്കുണ്ടാകണം. Efesiയർ 5:26, 27, യോഹന്നാൻ 15:2, എബ്രായർ 12:10, 1 കൊരിന്ത്യർ 11:32, 11:28, 31, 2 കൊരിന്ത്യർ 7:1, 1 യോഹന്നാൻ 3:7 വചനങ്ങളെല്ലാം വായിച്ച് പഠിച്ചാൽ ഒരു ദൈവത്തിൽ തന്നെ ശുദ്ധീകരിക്കേണ്ടതായ, തന്നെ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ കാണുന്നുണ്ട്. നാം വചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനാണ്. ബൈബിൾ സ്റ്റഡി, ബൈബിൾ ക്ലാസ് ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് നമ്മെ ആത്മീയമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കാൻ എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ചിന്ത ഒരു സർട്ടിഫിക്കറ്റോ ഡിഗ്രിയൊക്കെയാണ്. നല്ല കാര്യമാണ് സർട്ടിഫിക്കറ്റ്, ഡിഗ്രി. പക്ഷേ ആത്യന്തികമായി പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കി ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഉത്സാഹിക്കുക എന്നുള്ളതാണ്. ഡിഗ്രിയൊക്കെ സെക്കൻഡറിയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയണം. മാലിന്യങ്ങൾ ചെന്ന് സൂക്ഷിക്കണം, അല്ലേ? ഈ ആട്ടും കുഞ്ഞും പന്നിക്കുഞ്ഞും തമ്മിൽ വ്യത്യാസം എന്തുവാ? ഈ ആടിൻ്റെ കാലം ലേശം അഴുക്കാനും പഠിക്കാനുണ്ടെങ്കിൽ അത് പോയി കുടഞ്ഞ് നക്കി അതെങ്ങനെയെങ്കിലൊക്കെ ആ അഴുക്കളയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. എന്നാൽ പന്നിക്ക് ആ ഒരു അഴുക്ക് വെള്ളം ഒരു ഹരമാണ്. അവിടെ കിടന്ന് ഉരുണ്ട് മറന്നില്ലെങ്കിൽ പുള്ളിക്ക് യാതൊരു സ്വസ്ഥതയില്ല, അല്ലേ? അപ്പോൾ ചിലരിങ്ങനെ മാലിന്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക, അവർക്കൊന്ന് ഉരുണ്ട് മറിഞ്ഞ് കളിക്കുക. അതേസമയം മറ്റൊരു ജീവി അല്പം അഴുക്ക് പറ്റിയപ്പോഴത്തേക്കും അതെല്ലാം ശുദ്ധീകരിച്ച് കഴിവ് പ്രാപിച്ചുകൊണ്ട് പോലും ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ സംഭവിക്കാം, വീഴ്ചകൾ സംഭവിക്കാം. തെറ്റും വീഴ്ച സംഭവിക്കുമ്പോൾ ക്രമീകരണം വരുത്തിക്കൊണ്ട് മുഴുവൻ കഴിയണം എന്നുള്ളതാണ്. നമ്മൾ തന്നെ കഴുകുവാനായിട്ട്, നമ്മെ തന്നെ ശുദ്ധീകരിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ളൊരു ഒരുക്കം നമുക്കുണ്ടാകട്ടെ. അടുത്ത ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ ഓർമ്മിച്ചൊരു കാര്യമാണ് സുവിശേഷീകരണത്തിലുള്ള ഒരു ഉത്സാഹം. മത്തായി 28:19, 20, മർക്കോസ് 16:16, ലൂക്കോസ് 24:46, 48, അപ്പോസ്തലർ 1:8 നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് സുവിശേഷീകരണത്തിലുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടാകണം. ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ ഓർമ്മിച്ച കാര്യമാണ്. നമ്മൾ രക്ഷിച്ച യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ പറയുവാൻ ഇടവരണം. ആത്മരക്ഷ എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണെന്നും ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും ആത്മനെ നഷ്ടമാക്കിയാൽ ആ നേട്ടങ്ങളെല്ലാം വട്ടപൂജ്യമാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ആത്മരക്ഷ പ്രാപിച്ചില്ല എങ്കിൽ നിത്യാഗ്നിയിലേക്ക് വീഴുമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. എവിടെപ്പെട്ടു പോകും, നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു ഉത്തരവാദിത്വം നമ്മുടേതാണ്. ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ലെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ സുവിശേഷീകരണത്തിനായിട്ട് സമയം കണ്ടെത്തുക, സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുക, സുവിശേഷത്തിൻ്റെ വക്താക്കളായി മാറുക. അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നുണ്ട്. നമ്മൾ പ്രകാശം പരത്തുന്നവരായിരിക്കണം. അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ ജനത്തിന് പ്രകാശം പരത്തുവാൻ കഴിയണം. എന്തിനാ ദൈവവചന പ്രഘോഷണങ്ങൾ? ചിലവർ ഇതിങ്ങനെ ഒരുപാട് കേട്ടാറുണ്ട്. കേട്ട നിനക്ക് വേണ്ടി മാത്രമല്ല, കേൾക്കാത്തവർക്ക് വേണ്ടി കൂടി പറഞ്ഞു കൊടുക്കുക. കേട്ട നീ ക്രമീകരണം പ്രാപിച്ചില്ലെങ്കിൽ നിന്നെ വീണ്ടും കർത്താവ് കേൾപ്പിക്കുക. ഒരുപാട് ദൈവദാസിദാസന്മാർ ഒരു സമയങ്ങളെ വേർതിരിച്ച് അവരുടെ കയ്യിലെ പൈസ മുടക്കി റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നിങ്ങളിരിക്കുന്ന ഇടത്തേക്ക് ദൈവനെ എത്തിക്കുക. എന്താ എൻ്റെ പറഞ്ഞ ലക്ഷ്യം എന്നറിയാവോ? നിങ്ങളും പ്രകാശിക്കണനായിട്ട്, നിങ്ങളും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട്, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണനായിട്ട് നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
വെളിച്ചം വരുത്തുവാനിടയായിത്തീരണം, വെളിച്ചം വരുത്തുവാനിടയായിത്തീരണം. ഇരുട്ടിൽ തപ്പി തടയുന്ന ഒരുപാട് പേരുണ്ട്. കർത്താവ് പറഞ്ഞ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നമ്മളെ ശപ്രവൻ പഠിക്കുമ്പോൾ കാണുന്നില്ലേ, അന്ധകാരത്തിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. പത്രോസ് പറഞ്ഞില്ലേ, അന്ധകാരത്തിലിരുന്ന് നിങ്ങൾ എവിടേക്ക് വന്നു? അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. അപ്പോൾ നിങ്ങളുടെ വെളിച്ചമുണ്ട്. ആ വെളിച്ചം നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. പണ്ടൊക്കെ ഇന്നൊക്കെയാണ് തെരുവുവിളക്കുകളൊക്കെ ഉള്ള കാലഘട്ടം. ഞങ്ങളുടെ ചെറുപ്രായത്തിൽ തെരുവുവിളക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ രാത്രിയിലെ ഏതെങ്കിലും വീടുകളിൽ മീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ വല്ല കല്യാണ ആവശ്യങ്ങൾക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം രാത്രിയിൽ പോയിട്ട് വരുമ്പോൾ ചിലരുടെ കയ്യിൽ മെഴുതിരി ഉണ്ടാവും, ചിലരുടെ കയ്യിൽ ചൂട്ട് കെട്ടിയ ആ ഒരു കെട്ടുണ്ടാവും, ചിലർ ഈ കപ്പളത്തിൻ്റെ തണ്ടയിൽ അതിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് അങ്ങനെ കത്തിയുന്ന ആളുകളുണ്ട്. അപ്പോൾ അന്ന് എല്ലാവരിലും തീപ്പെട്ടി ഉണ്ടാവുമൊന്നുമില്ല. ആരെങ്കിലും ഒരാളൊരു തീപ്പെട്ടി കൊള്ളിയ സൂക്ഷിച്ചുണ്ടായിരിക്കും. ആ തീപ്പെട്ടി ഒരാൾ കത്തിക്കുന്നു. എന്നിട്ട് പോകുന്നവർക്ക് എല്ലാവരുടെ കയ്യിലും അവരവരുടെ കയ്യിലുള്ള ഈ തിരികളിലേക്ക് ഈ തീ നാളം ഷെയർ ചെയ്യും. അങ്ങനെ അവരെല്ലാം വെളിച്ചം കണ്ടു പോകും. നമുക്ക് കിട്ടിയതായ ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഉത്സാഹം നമുക്കുണ്ടാകും. എനിക്ക് വെളിച്ചം കിട്ടിയതുകൊണ്ട് ഞാൻ വെളിച്ചത്തിൽ ജീവിക്കുന്നത് മാത്രമല്ല, നമുക്ക് കിട്ടിയ വെളിച്ചം മറ്റുള്ളവർക്ക് പകരുക, അവരും വെളിച്ചം കാണാനിടയായിത്തീരണം. അവരും വെളിച്ചം അനുഭവിക്കണം. അവരിരുട്ട് തപ്പി തടഞ്ഞ് വീണ് കൈയും കാലൊക്കെ മുറിയാതെ എന്ത് ചെയ്യണം? നിങ്ങൾ വെളിച്ചം പകരുവാനിടയായിത്തീരണം. അതുകൊണ്ട് അറിഞ്ഞ സത്യം നിലകൊള്ളുക, സാക്ഷ്യം വഹിക്കുക, കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. വളരെ സൂക്ഷ്മതയോടെ കാര്യം ചെയ്യാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. ഇനി അങ്ങനെയൊക്കെ നമ്മൾ കർത്താവിനെ സാക്ഷ്യം വഹിച്ച് ജീവിച്ചതിൻ്റെ ഗുണം എന്താണ്? നാം ദൈവദിനം പഠിക്കുമ്പോൾ വിവിധ നിലകളുള്ള കിരീടങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ചതിൻ്റെ പേരിൽ, സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ, സഭയെ നയിച്ചതിൻ്റെ പേരിൽ ഓരോരോ ശുശ്രൂഷയ്ക്ക് അനുസൃതമായിട്ടുള്ള ഓരോ കിരീടങ്ങൾ പ്രാപിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ വെളിപ്പാട് ദിവസം 2:10 യാക്കോബ് 1:12 വായിക്കുമ്പോൾ ജീവകിരീടം എന്നൊരു കിരീടത്തെ കാണുന്നുണ്ട്. മരണപര്യന്തം വിശ്വസ്തരായിരുന്നാൽ ജീവകിരീടം പ്രാപിക്കാം. സ്നാനപ്പെട്ട് കരയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് സ്നാപകൻ സ്നാനാർത്ഥിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്, മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക, നമുക്ക് ജീവകിരീടം പ്രാപിക്കാൻ കഴിയും. അപ്പോൾ വിശ്വസ്തരായി ദൈവത്തെ സേവിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു കിരീടം നമുക്ക് കർത്താവ് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലാക്കിലേക്ക് ഓടുക, വിരുദ് പ്രാപിക്കുവാൻ ഓടുക എന്നൊക്കെ പറയാൻ കാരണം. ലക്ഷ്യം തെറ്റാതെ ഓടുക, പാപവും ഭാരവും ഇട്ട് ഓടുക എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കിരീടം നമുക്കുണ്ട്. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓട്ടം ഓടിയാൽ മാത്രം പോരല്ലോ, കിരീടം കൂടെ പ്രാപിക്കണ്ടേ. അപ്പം അതിനുവേണ്ടി ഓടുക എന്നുള്ളതാണ്. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കർത്താവ് ചില കിരീടങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, ചില പ്രതിഫലങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രാപിക്കുവാനായിട്ട് നമ്മൾ ഓടണം. ഞങ്ങളുടെ ജനറൽ കൺവെൻഷൻ ചില ആഴ്ചകൾക്ക് മുമ്പ് ബാംഗ്ലൂർ നടക്കാണ്ടായിത്തീർന്നു. അവിടെ സ്റ്റേറ്റ് വൈസിൽ ചില മത്സരങ്ങൾ നടന്നു. ഒരുപാട് പേര് പങ്കെടുത്തു. കുറച്ച് പേർക്ക് സമ്മാനം കിട്ടി. സമ്മാനം കിട്ടിയവർ ഓടിച്ചെന്ന് അവിടെ ചെന്ന് എന്തെങ്കിലും കാണിച്ച് സമ്മാനം കിട്ടി മേടിച്ചവരല്ല. നാളുകളായിട്ടുള്ള പരിശീലനമാണ്. നാളുകളായുള്ള പരിശീലനം കൊണ്ട്
അവരേറ്റെടുത്തതായ കാര്യങ്ങൾ ഭംഗിയായി അവിടെ അവതരിപ്പിച്ചതിൻ്റെ പേരിലാണ് അവിടെ സമ്മാനം കിട്ടിയത്. അതേസമയം ജനറൽ കൺവെൻഷന് പോകുന്ന വഴിക്ക് തീവണ്ടിക്കകത്തിരുന്നോ ബസ്സിനകത്തിരുന്നോ കാറിനകത്തിരുന്നോ എന്തെങ്കിലും തട്ടിക്കൂട്ടി അവിടെ ചെന്ന് മത്സരസമിതി കൂടി ചെന്ന് എന്തെങ്കിലും കാണിച്ചാൽ ചിലപ്പോൾ സമ്മാനം കിട്ടുന്ന വരികയില്ല. സമ്മാനം തരാത്തതിൻ്റെ പേരിൽ ആർക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താണ്, സമ്മാനം കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടണം. കിരീടങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കിരീടങ്ങൾ പ്രാപിക്കുന്ന രീതിയിലുള്ള ഓട്ടം ഓടുക. നമ്മൾ മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം. സ്നാനപ്പെട്ട ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വിശ്വസ്തരായിരിക്കുക. അതിനുശേഷം പിന്നെ വായ്ത്തുടർന്ന് ജീവിക്കാനുള്ളതല്ല. എല്ലാ തലങ്ങളിലും വിശ്വസ്തയോടെ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. വിശ്വസ്തന്മാരായ ദൈവത്തെ സേവിക്കുക. അങ്ങനെ ദൈവത്തെ സേവിച്ച് കിരീടങ്ങൾ പ്രാപിക്കാൻ കഴിയണം. വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകരുത്. ഞായറാഴ്ച പകലിലെ വിശ്വസ്തത മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിലെ വിശ്വസ്തത മാത്രമല്ല, ആത്മീയ കൂട്ടായ്മയ്ക്ക് വരുമ്പോഴുള്ള വിശ്വസ്തത മാത്രമല്ല, ഇതിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും വിശ്വസ്ത കാത്തു സൂക്ഷിപ്പാൻ ഇടയാത്തിരും. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന കിരീടമാണ് ജീവകിരീടം. വിടുതൽ കിരീടമാണ് തേജസ്സിന് കിരീടം. പൗലോസ് പറയുന്നില്ലേ, ഇന്നുകൂടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്നില്ല. കാരണം എന്താണ്, നമുക്ക് തേജസ്സിൻ്റെ അനവധിയായുള്ള നിത്യഗണങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെ ഓർത്ത് നമ്മൾ പ്രത്യാഗം സാധിക്കുക. ഒരു മനുഷ്യൻ വീല് കൊണ്ട് പണിയെടുക്കാൻ വിചാരിക്കുക. വീല് കൊണ്ട് പണിയെടുക്കുവാൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? അതിന് വീലുള്ളത് എനിക്ക് പ്രതിഫലമുണ്ടെന്നുള്ളതാണ്. ഈ പണി കഴിഞ്ഞ് ചെല്ലുമ്പോൾ എനിക്ക് കൂലി കിട്ടുന്നുള്ളതാണ് അല്ലേ. മടിയന്മാർ പണിക്ക് പോകില്ല, അവർക്ക് കൂലിയും കിട്ടുന്നില്ല. എന്നാലേ പിന്നെ ഈ വീലും കൊണ്ടോ അല്ലെങ്കിൽ മഴ കൊണ്ടോ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട ഉദ്ദേശം എന്നാണ് അവന് കൂലി കിട്ടുന്നുള്ളൂ, പ്രതിഫലം കിട്ടും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കാനുള്ളതായ പ്രതിഫലത്തെ ഓർത്തുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ്. നമുക്ക് പ്രതിഫലമുണ്ട്. എന്നാൽ അവനുവേണ്ടി നിന്ന് സഹിക്കേണ്ടി വന്നപ്പോൾ, പരിഹാസങ്ങൾക്കേണ്ടി വന്നപ്പോൾ, ഒറ്റപ്പെട്ടു പോയതിൻ്റെ പേരിൽ, അവഗണിക്കപ്പെട്ടതിൻ്റെ പേരിലൊക്കെ ഈ മാർഗം വിട്ട് തിരിച്ചോടിയ ആളുകളുണ്ട്. എന്താ സംഭവിച്ചത്? അവരവരുടെ കിരീടങ്ങൾ നഷ്ടപ്പെടുത്തുകയായിരുന്നു. ഞാൻ പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട്. സുവിശേഷത്തിന് സ്വാതന്ത്ര്യമില്ലാത്തതായ ഒരു രാജ്യത്ത് കുറച്ച് ദൈവമക്കളെ കൊണ്ടുവന്ന് ഒരു തണുത്ത ജലാശയത്തിൽ കൊണ്ട് നിർത്തിയതിന് ശേഷമായിട്ട് കരയിൽ തൊക്കുധാരികളായ പട്ടാളക്കാർ നിൽക്കുകയാണ്. അവർ ഈ ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങളാരെങ്കിലും യേശുവിനെ തള്ളിപ്പറയാമെങ്കിൽ, നീ ഞങ്ങൾ യേശുവിനെ സേവിക്കില്ല ആരാധിക്കില്ല എന്ന് പറയാമെങ്കിൽ നിങ്ങൾക്ക് ആ ജലത്തിൽ നിന്ന് കയറി പോരാം, നിങ്ങൾ ജീവൻ രക്ഷിക്കും. എന്നാൽ നിങ്ങൾ യേശുവിനെ തള്ളി പറയുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുമെന്ന് പറയേണ്ടതായി തീർന്നു. അങ്ങനെ ഈ ജലാശയം നിൽക്കുന്ന ആളുകളൊക്കെ യേശുവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് തന്നെ യേശുവിനെ തള്ളിക്കളയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരാൾ ഓടിക്കരക്ക് കയറി. അയാൾ ഓടിക്കരക്ക് കയറിയപ്പോൾ ഇന്ന പട്ടാൾക്കാരിൽ ഒരാൾ ഓടി വെള്ളത്തിലിറങ്ങിയിട്ട് അയാളുടെ സ്ഥാനത്ത് നിന്നു. അത് മറ്റുള്ള പട്ടാളക്കാർക്ക് ഒരു അത്ഭുതമായി. അവർ ചോദിച്ചു, നീ എന്ന് മണ്ടത്തരമായി കാണിക്കുന്നത്? നമ്മളിവരെ കൊല്ലാൻ വേണ്ടി വന്നതാ, ഇപ്പോൾ നീ ചാവാൻ പോവുകയാണോ? ഞാൻ പറഞ്ഞു, യേശുവിനെ സേവിക്കുന്നതിൻ്റെ പേരിൽ എന്നെ കൊന്നാലും കുഴപ്പമില്ല, ഞാൻ ഒരു വലിയ കാഴ്ച കണ്ടു. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കാഴ്ച? അദ്ദേഹം പറഞ്ഞു, നമ്മളിവരെ കൊലുവനായി തൂക്കി ചൂട്ടി നിൽക്കുമ്പോൾ അവർക്കറിയാം, നമ്മൾ നിമിഷങ്ങൾക്കുള്ളിൽ അവരെ പടഞ്ഞു വീണ് മരിക്കുന്നവർക്കറിയാം. അപ്പോൾ തന്നെ അവരുടെ തലയ്ക്ക് മുകളിൽ, ഓരോരുത്തരും തലയ്ക്ക് മുകളിൽ ഓരോ കിരീടങ്ങൾ നിൽക്കുന്ന ഞാൻ കണ്ടേ തീർന്നു. ആ കിരീടങ്ങൾ അവർ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്.
എന്നാൽ ആ ഒരു മനുഷ്യൻ ഓടിക്കരി വന്നപ്പോൾ അവൻ്റെ ലഭിക്കേണ്ട കിരീടം അതെനിക്ക് ലഭിക്കാനും ഞാൻ അവിടെ പോയി നിൽക്കുന്നതാണെന്ന് പറയേണ്ടതായി തീർന്നു. പ്രിയപ്പെട്ടവരെ, കിരീടങ്ങൾ നഷ്ടമാക്കരുത്. നമുക്കൊരു കർത്താവ് ഒരുക്കുന്ന സമ്മാനങ്ങൾ നഷ്ടമാക്കരുത്. നമുക്കൊരു പ്രതിഫലം തരുവാൻ വരുന്ന കർത്താവാണ്. നമ്മൾ ആ പ്രതിഫലങ്ങൾ നഷ്ടമാക്കരുത്. ലേഖനം 2-19 വാക്യം പഠിക്കുമ്പോൾ പ്രശംസാ കിരീടം എന്ന് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് ഒന്ന് പുകഴ്ച പറയുവാൻ കേൾക്കാൻ താല്പര്യപ്പെടുന്നവരാ. നല്ല കാര്യങ്ങൾ ചെയ്താൽ ആൾക്കാർ നമ്മളെ പുകഴ്ത്തി പറയുകയും ചെയ്യും. കർത്താവിന് വേണ്ടി നമ്മൾ സഹിച്ച കാര്യങ്ങളില്ലേ, കർത്താവ് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പ്രശംസയുടെ കിരീടം ലഭിക്കാനിടയായി തീരും. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ പ്രയത്നമൊന്നും വ്യർത്ഥമല്ലാതെ മനസ്സിലാക്കി കർത്താവിൻ്റെ വേളയിൽ വർദ്ധിച്ചിരുവാനിടയായി തീരണം. പ്രശംസയുടെ കിരീടം വിളിക്കും. പ്ലസ് പറഞ്ഞില്ല, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്കെന്ത് ലഭിക്കും? നീതിയുടെ കിരീടം ലഭിക്കും. നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ നോക്കി നമുക്ക് തന്നെ പറയാൻ കഴിയുമോ? ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് കിട്ടുമെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ജീവിതം ക്രമീകരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പങ്കാളിത്തം എന്തുണ്ട്? നമുക്ക് എന്തുമാത്രം ഉത്സാഹമുണ്ട്? പേരുകൊണ്ട് നമ്മൾ വിശ്വാസിയായിരിക്കാം, എന്നാൽ അതിനപ്പുറമായിട്ട് ദൈവമുള്ള ബന്ധം നമ്മൾ എങ്ങനെയാണെന്ന് സ്വന്തമായി ചിന്തിക്കണം. പേരുകൊണ്ട് മാത്രം കാര്യമായില്ല. ഞാൻ മറ്റുള്ളവർ വിശ്വാസികളുടെ ലിസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ ദൈവം കാണേണ്ടതിന് ഇത് ദൈവത്തോടെ കണക്ക് പറയേണ്ടത്. നിങ്ങൾക്ക് ദൈവമായിട്ട് കാര്യമുള്ളത് ഒരു വിശ്വാസ നിലയിൽ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്നുണ്ടോ? ആരാധിക്കുവാൻ, സാക്ഷ്യം വഹിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, വേർപാടിൽ ജീവിപ്പാൻ കഴിയുന്നുണ്ടോ? കിരീടങ്ങൾ നഷ്ടമാക്കരുത്. നല്ല പോർപ്പെടുത്തണം. തിമോഥെയോസ് പറഞ്ഞില്ലേ, ക്രിസ്തുവേഷം നല്ല പഠനമായി എന്നോട് ചേർന്ന് കഷ്ടം സഹിക്കുക. വലിയ ഉത്തരവാദിത്തമുണ്ട്. ക്രിസ്ത്യ ജീവിതം ഒരു ഈസി മാർഗമൊന്നുമല്ല. എങ്ങനെയെങ്കിലും ജീവിച്ച് അവിടെ ചെന്ന് പറ്റാൻ ചിന്തിക്കരുത്. വലിയ ഉത്തരവാദിത്തമുണ്ട് നമുക്ക്. ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ അനുസരിച്ചേ പറ്റുകയുള്ളൂ. ഉത്തരവാദിത്തം നമ്മൾ ചെയ്തേ പറ്റുകയുള്ളൂ. ഉത്തരവാദിത്തങ്ങൾ നിരവധിയായി പൂർത്തീകരിക്കുമ്പോഴാണ് നമുക്ക് കിരീടങ്ങൾ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. കിരീടങ്ങൾ നഷ്ടമാക്കരുത്. 1 കൊരിന്ത്യർ 9:25 വായിക്കുമ്പോൾ കാണുന്നത് വാടാത്ത കിരീടം ലഭിക്കുമെന്നുള്ളതാണ്. ആ കാലഘട്ടങ്ങളിൽ പലസ്തീനിൽ നടന്ന മത്സരങ്ങളിൽ ഈ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ഒലിവ് ഇല കൊണ്ടൊക്കെ ഉണ്ടാക്കി ഒരു കിരീടം വെച്ച് കൊടുക്കും. നമുക്ക് നിലയിലുള്ള സമ്മാനം അതാണ്. ആ കിരീടം ധരിച്ച് നിൽക്കുമ്പോൾ അവൻ വിജയിയാണ് എന്ന് വിളിച്ചു പറയുകയാണ്. എന്തായാലും അങ്ങനെ ലഭിച്ച കിരീടത്തിനുള്ള ഗുണമെന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് കഴിയുമ്പോൾ ആ കിരീടം വാടിപ്പോകും. ആ ചരിത്രം അറിയാവുന്ന പൗലോസ് പറയുകയാണ്, എനിക്ക് ലഭിക്കുന്ന കിരീടങ്ങളൊന്നും വാടിപ്പോകുന്ന കിരീടമല്ല, എനിക്ക് ലഭിക്കുന്ന കിരീടങ്ങൾ വാടാത്ത കിരീടമാണ്. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന പേര്, പ്രശസ്തി എല്ലാം നമ്മളിവിടുന്ന് യാത്രയോട് അവസാനിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ എന്നേക്ക് നിലനിൽക്കുന്നതായ കിരീടങ്ങൾ, പ്രതിഫലങ്ങൾ, മാന്യതകൾ ജീവിതത്തിൽ ലഭ്യമാകും. അതിനുവേണ്ടി ഓടുവാൻ നമുക്കിട വരണം. വാടാത്ത കിരീടം പ്രാപിക്കുക. വാട്ടവുമില്ലാത്ത, ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത പ്രതിഫലത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. ഭൂമിയിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളെല്ലാം വാടിപ്പോകുന്നതാണ്, ക്ഷയിച്ചു പോകുന്നതാണ്, മാലിന്യങ്ങളുള്ളതാണ്. പക്ഷേ ദൈവത്തിൽ ലഭിക്കുന്നത് എങ്ങനെയാണ്? വാട്ടമില്ലാത്തതും ക്ഷയമില്ലാത്തതും മാലിന്യമില്ലാത്തതുമായ പ്രതിഫലങ്ങളാണ്. അതുകൊണ്ട് അത് പ്രാപിക്കാൻ ഓടുക എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും മനുഷ്യൻ എന്ത് ചെയ്യുക എന്നറിയാമോ? മണ്ണെ പ്രതി മാണിക്യത്തെ ഉപേക്ഷിക്കുക. ബുദ്ധിയുള്ളവരാരും അത് ചെയ്യില്ല. ലോകത്തിൽ ലഭിക്കുന്ന എല്ലാത്തിൻ്റെയും അകത്തുക വെറും മണ്ണെന്നുള്ളതാണ്.
ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആത്മരക്ഷയും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ആ കാര്യങ്ങളുടെ പ്രതിഫലമാണ്. അതിനുവേണ്ടി ഒരുങ്ങേണ്ടത്. ലോകപ്രകാരം ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ പേരിൽ ഇതിനുവേണ്ടി ഓടി നടന്ന് ശ്രേഷ്ഠമരി നഷ്ടപ്പെടുന്നതായ അനുഭവത്തിൽ നിന്ന് മാറി ഇവിടെ ചില നഷ്ടങ്ങൾ സംഭവിച്ചാൽ പോലും കർത്താവ് കുറിക്കുന്ന രാജ്യവും കർത്താവ് കുറിക്കുന്ന പ്രതിഫലവും വാങ്ങാത്ത രീതിയിൽ ഒരുക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യം നമ്മോടും കൂടെ ചോദിക്കുക കർത്താവ്. ഇവിടെ പലതിനും വേണ്ടി ഓടി നടന്ന അവസാനം നിത്യത നഷ്ടപ്പെട്ടു പോയാൽ ഈ ഓടിതെല്ലാം വെറുതെയായില്ലേ? നിത്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഉത്തരവാദിത്വം അതാണ്. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ദൈവം ഒരുക്കുന്ന രാജ്യത്തിൽ കാണപ്പെടണം. ദൈവത്തിൻ്റെ പ്രതിഫലങ്ങൾ വാങ്ങാൻ നമുക്ക് ഉണ്ടാക്കണം അവിടെ എന്നുള്ളതാണ്. അവിടെ വല്ലച്ചോളം ചെന്നാൽ മാത്രം പോരല്ലോ. അവിടെ മറ്റുള്ളവരൊക്കെ കർത്താവിനോട് നിലയ്ക്ക് ചെയ്തതിൻ്റെ പേരിൽ പ്രതിഫലങ്ങളും കിരീടങ്ങളും തേജസ്സൊക്കെ ധരിച്ച് നടക്കുമ്പോൾ ഒന്നുമില്ലാത്ത മൂലയ്ക്ക് മാറിയിരിക്കാൻ പറഞ്ഞാൽ മോശമുള്ള കാര്യമല്ലേ? ഒരു ദിവസം 2 ദിവസമൊന്നുമല്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ സമ്മാനങ്ങൾ മേടിച്ചവർ അപ്പോൾ പിരിഞ്ഞു പോകും. പക്ഷെ ഇവിടെ പിരിഞ്ഞു പോകുന്നില്ല. നമ്മളവിടെ നിൽക്കുക. 1 വർഷമല്ല, 2 വർഷമല്ല, കോടാനുകൂടി വർഷം. അപ്പോൾ അതുകൊണ്ട് ആ ലജ മാറേണ്ടതിനായിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ജീവനായിട്ട് ഇപ്പോഴേ സമയമുള്ളൂ. നാളെ ചെയ്യാൻ പോലും പറയാൻ കഴിയുകയില്ല. കാരണം നാളെ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഇന്ന് അല്ല, ഇപ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. നാളെ അവസരം കിട്ടിയില്ലെങ്കിൽ പ്രതിഫലദാനിൽ ഒന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ ആ പ്രതിഫലദാന ദിനത്തിൽ ലജ്ജിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ആയുസ്സുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സുബോധമുള്ളപ്പോൾ, നടക്കുവാനും ഓടുവാനൊക്കെ ആരോഗ്യമുള്ള സമയത്ത് കർത്താവിന് നൽകി ചെയ്യുക. പാടുവാൻ കൃപയിൽ വെച്ചാൽ പാട്, പ്രസംഗം കൃപയിൽ വെച്ചാൽ പ്രസംഗിക്ക്, പ്രാർത്ഥിക്കാൻ കൃപയിൽ വെച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മങ്ങളോട് പ്രാർത്ഥിക്ക്. എന്താണോ കർത്താവ് കൃപ, താലന്ത്, അത് വ്യാപാരം ചെയ്ത് അവിടെ സന്നിധി ചെല്ലുമ്പോൾ പ്രതിഫലത്തിന് അല്ലെങ്കിൽ ഒരു കാരണമതിനെ തന്നെ ഉത്സാഹിക്കാം. നഷ്ടപ്പെട്ടു പോകരുത്, കൈവിടപ്പെട്ടു പോകരുത്. നിനക്ക് വേണ്ടി ഒരിക്കൽ കിരീടം നീ പ്രാപിക്കണം. ശാന്തമായിട്ട് ചോദിച്ചു നോക്കി, എന്ത് കിട്ടും എനിക്ക് അവിടെ ചെല്ലുമ്പോഴേ? രക്ഷിക്കപ്പെട്ട 5 കൊല്ലമായി, 10 കൊല്ലമായി, 20 കൊല്ലമായി, 50 കൊല്ലമായി, എത്രയെങ്കിലും ആവട്ടെ. അവിടെ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും കിട്ടുമോ അവിടെ ചെല്ലുമ്പോൾ? അതിനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതുവരെ? ഇല്ലെങ്കിൽ ഈ പാഠം പഠിക്കുമ്പോൾ അതിനൊരു ഉത്സാഹിക്കണം, ഒരു തീരുമാനത്തിൽ വരണം, സമർപ്പണത്തിൽ വരണം. കർത്താവിനെ സാക്ഷ്യം വഹിപ്പാൻ, ഉന്നെ ആരാധിപ്പാൻ, എന്നെ സേവിപ്പാൻ, വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, ലഭിച്ച പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഒരു തീരുമാനവും സമർപ്പണവും ഇപ്പോൾ ഉണ്ടാകണം. ഈ സെക്ഷനിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിനു വേണ്ടി ഉപകരിക്കുന്ന ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പഠനം കൊണ്ട് നിനക്കും കർത്താവിന്റെ പക്കൽ എന്തെങ്കിലും പ്രതിഫലം വാങ്ങുവാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. എന്തെങ്കിലുമൊക്കെ കർത്താവിന്റെ ജീവനോട് തീരുമാനം ഉണ്ടാകട്ടെ. അവസരങ്ങൾ നഷ്ടമാക്കരുത്. ഇത് ദുഷ്കാലമാണെന്ന് പറയുന്നത്. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കണമെന്ന് എഫെസ്യരിൽ പഠിക്കുമ്പോൾ കാണുന്നത്. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിപ്പീൻ. കർത്താവ് പറഞ്ഞൊരു സെന്റൻസ് ഓർമ്മ വരണം. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു എന്നുള്ള സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുന്ന സമയങ്ങൾ വരാൻ പോകുക എന്നുള്ളതുപോലെ സാക്ഷ്യം വഹിപ്പാൻ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നൊരു കാലഘട്ടം വരാൻ പോകുക. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. അതിനു മുമ്പേ പകലുള്ളിടത്തോളം അയച്ചവനെ പ്രവർത്തിക്കുക. പകലുള്ളിടത്തോളം
ആയുസ്സുള്ളിടത്തോളം, ആരോഗ്യമുള്ളിടത്തോളം, സുബോധമുള്ളിടത്തോളം, ഓടി നടക്കാൻ പ്രാപ്തിയുള്ളിടത്തോളം അയച്ചവനെ പ്രവർത്തിക്കുക. ഇവിടെ അതിനു വേണ്ടിയാ നിങ്ങളുടെ അടുക്കിലേക്ക് ഈ വചനം എത്തുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം നിങ്ങളുടെ അടുക്കൽ എത്തിച്ചത് നിങ്ങളെ കർത്താവിന് പ്രിയമുള്ളതുകൊണ്ടാണ്. കർത്താവിന് നിങ്ങളെ വേണം. നിങ്ങളെ കർത്താവിന് വേണം. ദൈവനാമത്തിന് വേണ്ടിയും രാജ്യവ്യാപ്തിക്കായിട്ട് ഉപകരിക്കുവാൻ നിൻ്റെ ആയുസ് കർത്താവിന് വേണം. നിൻ്റെ ആരോഗ്യം കർത്താവിന് വേണം. നിൻ്റെ വിദ്യാഭ്യാസം ദൈവത്തിന് വേണം. നീ ഏൽപ്പിച്ചു കൊടുക്കണം, എന്നെ സമർപ്പിക്കണം. കർത്താവെ, ആ പ്രതിഫലദാന ദിനത്തിൽ ലജ്ജിക്കാതെ നിൽക്കേണ്ടതിനായിട്ട് ഞാൻ നിനക്ക് വേണ്ടി ചിലതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമമുഖത്തിന് വേണ്ടി, അങ്ങയുടെ രാജ്യവ്യാപ്തിക്കായിട്ട് ചിലതെല്ലാം പ്രവർത്തിക്കാൻ എന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കിരീടങ്ങൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. മഹാപ്രതിഫലം തന്നെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുമ്പോഴും പ്രതിഫലമുള്ള നമ്മുടെ വിശ്വാസം കാണുന്നുണ്ട്. അപ്പോൾ അത് പ്രതിഫലമുള്ളൊരു കാര്യമാണ്. പോലെ കർത്താവിൻ്റെ പ്രയത്നമൊന്നും വ്യർത്ഥമല്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അത് പ്രാപിക്കുവാനായിട്ട് സമർപ്പിച്ച് മുതൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നഷ്ടമാക്കരുതൊന്നും. എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇന്നലെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെ എല്ലാ വർഷവും ഡിസംബർ 31 നമ്മുടെ സാക്ഷ്യമുണ്ടല്ലോ. കഴിഞ്ഞ വർഷം കടത്താനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ പുതുവർഷത്തിന് എനിക്ക് ആയുസ് തന്നാൽ ആരോഗ്യം തന്നാൽ അത് ചെയ്യുന്നു. ആ തട്ടിപ്പ് പരിപാടിയല്ല. ഇതുവരൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീരുമാനമെടുക്കാം. കർത്താവ് എന്നെ സമർപ്പിക്കുകയാണ്. ഇനിയുള്ള ആയുസ് അങ്ങയുടെ നാമമുഖത്തിന് വേണ്ടി, അങ്ങയുടെ രാജ്യവ്യാപ്തിക്കായി അന്നലകൊള്ളുന്ന തീരുമാനമെടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് സംസാരിപ്പാനിടയായി തീർന്നല്ലോ. പോരാത്തതും പരിശുദ്ധാത്മാവ് പൂരിപ്പിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ സ്ഥലം പരമേൽപ്പിക്കുകയാണ്. കർത്താവേ, ഈ പഠിതാക്കളെല്ലാം നീ അനുഗ്രഹിക്കുമ്പോഴാകണമേ. ഒരാരും നഷ്ടപ്പെട്ടു കൊണ്ട് കർത്താവ് ഇവിടെ വരുത്തരുത്. മാത്രമല്ല, അങ്ങയുടെ നാമമുഖത്തിന് വേണ്ടി അങ്ങയുടെ രാജ്യവ്യാപ്തിക്കായി നിലകൊണ്ടുകൊണ്ട് ഏറിയ പ്രതിഫലങ്ങൾ പ്രാപിക്കുവാൻ ഇവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്യുന്ന വലിയ കൃപയ്ക്കായ സ്തോത്രം. കർത്താവേ, അതിനെ പഠിക്കുന്നവരെയും ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും സന്ദേശങ്ങൾ പങ്കുവെക്കുന്നവരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ സഹായിക്കുന്നവരെ കർത്താവ് അറിയുന്നല്ലോ. ഞാൻ ഒരു അനുഗ്രഹിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ആയുസ് നേടി തരുന്നെങ്കിൽ യുവനം പഠിക്കുവാനും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അങ്ങയുടെ നാമത്തിൽ നിലകൊള്ളുവാൻ നിങ്ങൾ സ്വർഗ്ഗം സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം ശ്രമിക്കുന്ന നന്ദി പറയുന്നു. ഇവ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. അതിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറിയ സൂക്ഷിക്കണം. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾ നൽകുന്ന എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനം ഒരിക്കലും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.